ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുമ്പം. ഇത് ഞാൻ റാവോസിൻ്റെ ഒരു നോട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ബ്രീഫിംഗ് ആണ്. അപ്പം ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സേവിങ്സും അതിനെ പ്രോപ്പർലി ഒരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസീനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, ടൂൾസ്, സർവീസസ് എല്ലാം കൂടെ വരുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്ററിനെയും കമ്പനീനെയും ബ്രിഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പൈസ ഇടുന്നവരും അത് ആവശ്യമുള്ളവരും. പിന്നെ ഈ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ അത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് ഇസ് ഇറ്റ് എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമല്ല, അത് തിരിച്ചെത്തിക്കണമല്ലോ. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. അതിന് അക്കൗണ്ടബിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും. മണി മാർക്കറ്റിനെ നമ്മൾ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും പ്രൈമറിയും സെക്കൻഡറി ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയോ ട്രേഡ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം സെക്യൂരിറ്റീസ് ബൈ ചെയ്യാൻ, സെല്ല് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് സെല്ല് ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് ഒരു എഫക്റ്റീവ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതിനെ കമ്മോഡിറ്റീസ് മാർക്കറ്റ് എന്ന് പറയും. ഗോൾഡ് ETF, കോപ്പർ ETFs അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാർജ് വോളിയൂം ഓഫ് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്പീഡും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പം ഈ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് മൂവ് ചെയ്യുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, പ്രൈമറി, സെക്കൻഡറി, സ്റ്റോക്ക് മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ആർബിട്രേജ് നടക്കും. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോളറ്റിലിറ്റിയാണ്. ഇപ്പം ഒരു പാനിക്കോ ഡിസ്ട്രസ്സോ വാറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വില കുറയും. പിന്നെ ഇപ്പം എല്ലാം നല്ലതായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒക്കെ വില കൂടും. എലക്ഷൻ വന്നാൽ പെട്ടെന്ന് കുറയും, എലക്ഷന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കൂടുകയും ചെയ്യും. അങ്ങനെയൊക്കെ. ഓക്കെ, ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ചില സ്റ്റോക്കിൻ്റെ വില കൂടും, വരുന്നതിന് മുന്നേ ബഡ്ജറ്റ് വന്നതിന് ശേഷം ചില സ്റ്റോക്കിൻ്റെ വില കുറയും. ഇതൊക്കെ. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് ഡിവൈഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. അപ്പം ഒന്ന് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസിന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പെക്യുലാരിറ്റി എന്താ? മെച്യൂരിറ്റി റേഞ്ചിങ് ഓവർനൈറ്റ് ടു 1 year. അതായത് ഒരു രാത്രി അല്ലെങ്കിൽ ടു 1 year വരെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, മെച്യൂരിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. മണി മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി മാർക്കറ്റ് നമുക്ക് പെട്ടെന്നുള്ള ഷോർട്ട് ടേമിലുള്ള ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം ഒക്കെ ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഈ മണി മാർക്കറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 year എന്ന് പറഞ്ഞല്ലോ. അപ്പം ലിക്വിഡിറ്റി ഭയങ്കര കൂടുതലാണ്, പെട്ടെന്ന് നമുക്കത് മണിയാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ബോറോവേഴ്സും ലെൻഡേഴ്സിനും ഷോർട്ട് ടേം ആയിട്ട് അവർക്ക് പെട്ടെന്ന് പൈസ വേണം. നേരത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പെട്ടെന്ന് ഒരു ബാങ്കിനെ രാത്രിയിൽ നോക്കിയപ്പം പൈസ ഇല്ല. അപ്പം ആ ബാങ്ക് എന്ത് ചെയ്തു? വേറെ ബാങ്കിനോട് ചോദിച്ചു. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ മോണിറ്ററി പോളിസി ചേഞ്ചസ് ഇതുമായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ട്രഷറി ബില്ല് നമുക്ക് പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോൾ മണി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ CBLO പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ബില്ലിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്, ഡിസ്കൗണ്ട് മാർക്കറ്റിനെ ബിൽ ഡിസ്കൗണ്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ട്രഷറി ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബില്ല്. ഇത് ഷോർട്ട് ടേം ആണ്, അതായത് ഇത് ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് വേണ്ടി ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഫേസ് വാല്യൂവിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ളൊരു റേറ്റിലാണ് നമ്മളിത് വിൽക്കുന്നത്. അതായത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിത് മേടിക്കുന്നത് ചിലപ്പം 90 rupeesനായിരിക്കും, 90 രൂപയ്ക്കായിരിക്കും മേടിക്കുന്നത്. പക്ഷേ ഫേസ് വാല്യൂ 100 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾ മേടിച്ചു, നമ്മൾ റിട്ടേൺ ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടും. ഇതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് പറഞ്ഞാൽ 91, 182, 364 ഡേയ്സിലാണ് ഇതുള്ളത്. കൊമേഴ്ഷ്യൽ ബിൽസ് കോൾ മണി. നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് കോൾ മണിയാണ്. കോൾ മണി എന്ന് പറയുന്നത് ഓവർനൈറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് പൈസ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിലേ ചെയ്യുന്ന സോഴ്സാണ് കോൾ മണി. ഇത് ഓവർനൈറ്റ് ട്രാൻസാക്ഷനാണ്.
പക്ഷേ കോൾ മണിയേക്കാളും കുറച്ചുകൂടി ദിവസങ്ങൾ കൂടുതലുള്ളത്, അതായത് 2 to 14 days വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? നോട്ടീസ് മണി എന്ന് വിളിക്കും. ഇത് സാധാരണഗതിയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവർക്ക് ഓവർനൈറ്റ് പൈസ വേണ്ടി വരുന്നത്? അവരുടെ CRR റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോയും അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള അവർക്കുള്ള ഷോർട്ടേജ് ഓഫ് ഫണ്ട്സിനെയും ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ രാത്രി കോൾ മണി വരികയോ അല്ലെങ്കിൽ 14 ദിവസം വരെയുള്ളതിനെ നോട്ടീസ് മണി എന്ന് വിളിക്കും. നോട്ടീസ് മണിക്ക് എഗെയിൻ ഒരു പ്രത്യേകതയുണ്ട്. നോട്ടീസ് മണിക്ക് കൊലാറ്ററൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നോട്ടീസ് മണിയുടെ കൊലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. പക്ഷേ കോൾ മണിക്ക് എന്തില്ല? കോൾ മണിക്ക് കൊലാറ്ററൽ ഇല്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കോൾ മണിയുടെ ഒക്കെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊളാറ്ററൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ ആണ് എന്നാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? നോട്ടീസ് മണിയുടെ കാര്യത്തിലാണ് ഇത്. കോൾ മണിക്ക് കൊളാറ്ററൽ ഇല്ല. പിന്നെ ഇത് ഡിമാൻഡും സപ്ലൈയും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് CBLO ആയിരുന്നു. CBLO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാറ്ററലൈസ്ഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻസ്. കൊളാറ്ററലൈസ്ഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഒബ്ലിഗേഷൻസ് ആണ് CBLO. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ടോപ്പിക്കായിരുന്നു ഇത്. ഇതിൻ്റെ കൊളാറ്ററൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി ഒരു കൊളാറ്ററലാണ്. ഇത് 1 day to 1 year ആണ് ഇതിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇതൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആണ്. ഇത് സാധാരണഗതി യൂസ് ചെയ്യുന്നത് നോൺ ബാങ്കിങ് എൻറ്റിറ്റീസ് ആണ്. അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് എഗെയിൻ നിങ്ങൾക്ക് ചോദിക്കാവുന്ന, ഇത് ഇൻ്റർനാഷണൽ ട്രേഡിൽ നടക്കുന്ന ഒരു കാര്യമാണ് അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നേരത്തെ അറിയുന്നത് പോലെ അക്സെപ്റ്റൻസ് മാർക്കറ്റിൽ ബാങ്കറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ദർ ആർ 2 people, ഒരാൾ ഒരു സാധനം വേറൊരാൾക്ക് കൊടുത്തു. സോ നമുക്ക് എക്സ്പോർട്ടറും ഉണ്ട് ഇമ്പോർട്ടറും ഉണ്ട്. ഒരു സാധനം എക്സ്പോർട്ട് ചെയ്ത് ഒരാൾ ഒരു ഇമ്പോർട്ടറിന് ഇത് അയച്ചു കൊടുത്തു. ഈ ഇമ്പോർട്ടറിൻ്റെ കയ്യിൽ അപ്പം കൊടുക്കാൻ പൈസയില്ല. ആ ഇമ്പോർട്ടർ എന്ന് പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പോർട്ടർ എന്ത് ചെയ്തു? ഒരു ബില്ല് ഇമ്പോർട്ടറിൻ്റെ ബാങ്കിലോട്ട് കൊടുത്തു. ഇത്ര രൂപ എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞു. ബിൽ ഓൺ ഇമ്പോർട്ടർ. അപ്പം അത് ഇമ്പോർട്ടറിൻ്റെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്തു. ആ അക്സെപ്റ്റ് ചെയ്തതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സ്പോർട്ടറിന് ഈ എക്സ്പോർട്ടറിന് പൈസ വല്ലതും വേണമെങ്കിൽ ഈ എക്സ്പോർട്ടറിന് ഈ അക്സെപ്റ്റൻസ് ബില്ല് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊരു അൺകണ്ടീഷണൽ ഒബ്ലിഗേഷനാണ്. ഫേസ് വാല്യൂ തന്നെ ഓൺ മെച്യൂരിറ്റിയിൽ ബാങ്ക് എന്ത് ചെയ്യണം? ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളത്. Then comes bill of exchange.
ബിൽ ഓഫ് എക്സ്ചേഞ്ചും സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഒരു ഫേം ആണെങ്കിൽ ആ ഫേമിൻ്റെ സാധനം വിൽക്കുകയാണ്. ഓക്കെ, വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് എന്ത് കിട്ടി? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കിട്ടി. അതായത് ഇത്ര നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ബില്ല് കിട്ടി. പക്ഷേ ഈ സാധനം കൊടുത്ത ആൾക്ക് പൈസ എന്തെങ്കിലും പെട്ടെന്ന് വേണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആളിത് കൊണ്ടുവന്ന് ഏതെങ്കിലും ബിഫോർ ദി മെച്യൂരിറ്റി ഏതെങ്കിലും ബാങ്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻറ്റയർ എമൗണ്ടിൻ്റെ ഒരു സർട്ടൻ എമൗണ്ട് ബാങ്ക് എടുത്തിട്ട് ബാക്കി പൈസ ആ ആൾക്ക് കൊടുക്കും. ദെൻ കംസ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനീസിനെയും ഗവൺമെൻറ്റിനും ലോങ് ടേം ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത്. സെബി ആണ് ഇതിനെ മണി മാർക്കറ്റിനെ ഓവർസീ ചെയ്തുകൊണ്ടിരുന്ന ആരായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇവിടെ ആരാണ്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഒക്കെ കീപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതൊക്കെ പ്രൈമറി മാർക്കറ്റിലാണ്. അതായത് ഫസ്റ്റ് ടൈം ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സും, അല്ലെങ്കിൽ ഇപ്പം ഒരു ബാങ്കിന് ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ അവർ കുറച്ചുകൂടെ സ്റ്റോക്ക് ഇറക്കണം. അങ്ങനെയാണെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്സും ഒക്കെ നടക്കുന്നത് എവിടെയാണ്? പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പം ഈ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വന്ന ഷെയർസാണ് പിന്നെ റീസെല് ചെയ്യാനായിട്ട് ഇവിടെ പോകുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ പോകുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടുള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇത് പ്രൈമറി മാർക്കറ്റിൽ വിറ്റ് ആ സാധനം വീണ്ടും നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? ലോങ് ടേം ക്യാപിറ്റൽ നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടാം എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. കാരണം ഇപ്പം എല്ലാ ആൾക്കാരും ആ കമ്പനിയിൽ പോയി സംസാരിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ പകരം ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യാം? സാധനം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ട്. മൂന്നാമത്തെ കാര്യം, ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഈ ടെക്നിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഇപ്പം ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് കുറേ പ്ലാറ്റ്ഫോംസ്, ജിയോജിത്ത് ഉണ്ട്, ബജാജ് ഉണ്ട്, അങ്ങനെ കുറേ ഗ്രോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇമ്പോർട്ടൻറ്റ് ഷോർട്ടേജ് ഫേസ്ഡ് ബൈ എൻട്രപ്രണർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴുമുണ്ട്. ദെൻ എങ്ങനെയാണ് ഇത് നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയായ്മയുണ്ട്. ഇത് എങ്ങനെ റിഫോം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെയൊക്കെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് കമ്പനീസൊക്കെ വരുവാണെങ്കിൽ, അതുപോലെ തന്നെ നോൺ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക്സ് വരുവാണെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇക്കണോമിക് ലിബറലൈസേഷൻ നടക്കുകയാണ്. കുറച്ചുകൂടെ കമ്പനീസ് ലിബറലൈസ് ചെയ്യുകയോ ഡീറെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവും. പ്രൈമറി മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും. ക്യാപിറ്റൽ മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമ്മൾ RBI ആണ് ഗവൺമെൻറ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇത് ലോങ് ടേം ആയിട്ടുള്ള ഒന്നാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഗവൺമെൻറ് ഇറക്കുന്നത് വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിനും കൂടി വേണ്ടിയാണ്. ഇപ്പം നാട്ടിലെല്ലായിടത്തും ഭയങ്കരമായിട്ട് മണി സപ്ലൈ ഉണ്ടെങ്കിൽ, അതായത് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇറക്കുമ്പോൾ ആൾക്കാർ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇഷ്യൂ ചെയ്യും. അതായത് പൈസ ഇൻ സർക്കുലേഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിട്ട് മാറും എന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. നാട്ടിൽ നിന്നുള്ള പൈസകളെല്ലാം പൂൾ ചെയ്തിട്ട് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത്
നോർമലി വളരെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നോർമൽ ബോണ്ടുകൾ പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി റിസ്ക് ഫ്രീ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇത് മെച്യൂരിറ്റിക്ക് മുന്നേ നമ്മളിത് ഈ സെക്യൂരിറ്റി എടുക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പൈസ കൊടുത്ത് പേ ചെയ്തെടുത്ത സെക്യൂരിറ്റി നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിലപ്പം ഇൻട്രസ്റ്റ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 മുംബൈയിലെ ഡെലാ സ്ട്രീറ്റിലാണ് വന്നത്. ഇത് ഏഷ്യയിലെ ഏറ്റവും വേൾഡിലെ തന്നെ 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയതാണ്. ദെൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതാണ് കുറച്ചുകൂടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് യങ് ആണ്. 1992 മുംബൈയിൽ വന്നതാണ്. പക്ഷേ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മൊണോപ്പൊളിനെ മാറ്റി നിർത്താൻ പറ്റിയ ഒന്നായിരുന്നു, മാറ്റിക്കൊണ്ട് വന്ന ഒന്നായിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന സെബിയാണ്. സെബി ഹാസ് എ പവർ ടു കോൾ ഇൻഫർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനോട് അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിനോടൊക്കെ കാര്യങ്ങൾ ചോദിക്കാനൊക്കെയുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററി പെനാൽറ്റി കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായാൽ. പിന്നെ ആക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അങ്ങനെ കുറേ അധികാരങ്ങൾ സെബിക്കുണ്ട്. പിന്നെ മണി സപ്ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മണി സപ്ലൈ കൺട്രിയുടെ കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് അതർ ആർ ബി ഐ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഓഫ് RBI, അതിനെയാണ് നമ്മൾ M1 എന്ന് പറയുന്നത്. ഏറ്റവും നാരോസ് ഫോം ഓഫ് മണിയാണത്. ദെൻ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1 പ്ലസ് സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്സ്. M3 എന്ന് പറയുന്നത് M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ്. M4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഓർഗനൈസേഷൻസ് എക്സ്ക്ലൂഡിങ് NSCI. സോ ഇതിനകത്ത് M4 ആണ് ഏറ്റവും ബ്രോഡ് മണി, M1 ആണ് നാരോ മണി. നാരോ മണി എന്ന് പറഞ്ഞാൽ M1 M2 സാധാരണ പറയുകയാണ്. നാരോസ്റ്റ് ഇസ് M1. സെൻട്രൽ ബാങ്ക് അപ്പെക്സ് ബോഡിയാണ്. സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ്, ഒന്നാമത്തെ ഫംഗ്ഷൻ കറൻസി അതോറിറ്റിയാണ്. കറൻസി ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? RBI ആണ്. അതുപോലെ തന്നെ 1 രൂപി ആൻഡ് കോയിൻസ്, 1 രൂപി നോട്ടും കോയിൻസും ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. എന്നിട്ട് അവർ RBI വഴി ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ബാങ്കർ ആൻഡ് സൂപ്പർവൈസർ, ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. കാരണം ക്യാഷ് റിസർവിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിട്ടോർട്ട്, പൈസ ഒന്നും ഇല്ലെങ്കിൽ പോയി ബാങ്ക് റേറ്റിൽ നമ്മൾ പൈസ മേടിക്കുന്ന, റെപ്പോ റേറ്റിൽ നമ്മൾ ബാങ്കുകൾ പൈസ മേടിക്കുന്നതൊക്കെ RBIയുടെ നിന്നായിരുന്നു. ഒരു ക്ലിയറിംഗ് ഹൗസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്, കാരണം റെപ്പോ, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എല്ലാം വഴി ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. CRR SLR ഒക്കെ മാർജിൻ റിക്വയർമെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാങ്കുകളോട് പറയുന്നുണ്ട്. ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർച്ച്, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയനായിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ RBI ആണ്. RBIയുടെ പ്രധാനപ്പെട്ട 3 അജണ്ടയുണ്ട്. അതിനെ ട്രിനിറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ ട്രിനിറ്റി എന്ന് അതായത് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷൻ കർബ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക. റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഏപ്രിൽ 1935 ഉണ്ടായത്. ഇത് RBI ആക്ട് ഓഫ് 1934 വഴിയാണ് ഇത് വന്നത്. ഇതിൻ്റെ സെൻട്രൽ ഓഫീസ് കൽക്കട്ടയിലാണ്, പക്ഷെ പിന്നെ ഇത് മൂവ് ചെയ്ത് മുംബൈയിലോട്ടാക്കി. ഇതിന് കുറേ റീജിയണൽ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്. ദെൻ ഇത് നാഷണലൈസേഷൻ വഴി 1949 നാഷണലൈസ്ഡ് ആയതാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുക, മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഇൻഫ്ലേഷനെ കർബ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഇസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പെർഫോംസ് ഫങ്ഷൻസ് ഓഫ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗ്രാൻഡിങ് ലോൺ ആൻഡ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് പ്രധാനമായിട്ടും കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ്, അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്. അഡ്വാൻസിങ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ്, ഡിമാൻഡ് ലോണ്, ഷോർട്ട് ടേം ലോണ്, ഓവർ റൈറ്റ് ഒക്കെ ചെയ്യുക. ഏജൻസി ഫംഗ്ഷനിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, വേരിയസ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക, ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റ് ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ലോക്കർ ഫെസിലിറ്റി ഒക്കെ കൊടുക്കുക എന്നൊക്കെയുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ, റീജിയൽ, റൂറൽ ബാങ്ക്സ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ 50% സ്റ്റേക്ക് അത് നാഷണലൈസ്ഡ് ബാങ്ക് ആണ് എന്നുള്ളതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലാണ്, അതുകൊണ്ട് അത് നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്നുള്ളതാണ്. ഈ ജൂലൈയിലാണെങ്കിൽ മേജേഴ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്.
ആ ബാങ്കുകളുടെ ലിസ്റ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രേറ്റർ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോൾഡേഴ്സാണ്, ഗവൺമെൻറ് അല്ല എന്നുള്ളതാണ്. ഇത് പിന്നെ ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത് ഇത് വെളിയിൽ നിന്ന് വരുന്ന ബാങ്കുകളാണ്. സിറ്റി ബാങ്ക് ഒക്കെ എക്സാമ്പിളാണ്. റീജിയണൽ റൂറൽ ബാങ്ക് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്പോൺസർ ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. നബാർഡാണ് ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യുന്ന നബാർഡാണ്. കോപ്പറേറ്റീവ് ബാങ്ക് 1904 ആക്ട് അനുസരിച്ചാണ് വരുന്നത്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിലാണ് ഇത് വരുന്നത്. ഇത് ഷെഡ്യൂൾഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് 1934 അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് വർക്കിംഗ് ഓഫ് മോണിറ്ററി പോളിസി. ഇൻസ്ട്രുമെൻറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ഉണ്ട്, അതുപോലെ തന്നെ സെലക്റ്റീവ് കൺട്രോൾ ക്രെഡിറ്റ്സും ഉണ്ട്. അതായത് ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, CRR ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് ആണ് ക്രെഡിറ്റ് റേഷനിങ്, മാർജിൻ ലെൻഡിങ്, മോറൽ സുവേഷനൊക്കെ. സോ ഒന്നാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ബാങ്ക് റേറ്റ്. ഇത് ലോങ് ടേം ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBI നിന്ന് മേടിക്കുന്ന എമൗണ്ടിനെയാണ്, ലൈക്ക് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. ഇത് മണി സപ്ലൈ കുറയ്ക്കാനായിട്ട് ബാങ്ക് റേറ്റിനെ അവർ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റ് മേക്സ് ബോറോയിങ് ഫ്രം RBI എക്സ്പെൻസീവ്. അതനുസരിച്ച് നമ്മുടെ ലോണിൻ്റെ ഒക്കെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. ദെൻ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനിമം എമൗണ്ട് ഓഫ് ഫണ്ട് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ് ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ്സ് വിത്ത് RBIയിലാണ് ഇത് ചെയ്യുന്നത്. ഹൈ CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് ലോണേ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. SLR എന്ന് പറയുന്നത് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 1% ബാങ്ക് കീപ്പ് ചെയ്യണം ഇൻ ദ ഫോം ഓഫ് ഗോൾഡ്, ക്യാഷ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതിനെയാണ് ഈ അസറ്റ് ബാങ്കിന് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. RBI കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇതൊരു ലിക്വിഡിറ്റി റേഷ്യോ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇതും RBI എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡോളജിയാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മാർജിനൽ റിക്വയർമെൻറ്റ്. ബാങ്കിനോട് പറയുന്നു നിങ്ങൾ ഫംഗ്ഷൻ ടു ഗ്രാൻഡ് ലോൺസ് റെസ്റ്റ് അപ്പോൺ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് ബീൻ മോർഗേജ്. നിങ്ങൾ വെക്കുന്ന ഇപ്പോൾ ഗോൾഡ് വെക്കുകയാണെങ്കിൽ ഗോൾഡിനനുസരിച്ചുള്ള പൈസയെ കൊടുക്കാവൂ ആൾക്കാർക്ക് എന്ന് പറയുക എന്നുള്ളത്. ഒരു മാർജിൻ കീപ്പ് ചെയ്യുക, ബാങ്കിനെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഒരു സെക്യൂരിറ്റി 100 രൂപയ്ക്ക് വിലയുണ്ടെങ്കിൽ 25 രൂപ മാർജിനായിട്ട് കീപ്പ് ചെയ്ത ആളിന് 75 രൂപ മാത്രമേ കൊടുക്കാവൂ. സെലക്റ്റീവ് കൺട്രോൾ, ക്രെഡിറ്റ് കൺട്രോൾ, അതായത് an instrument of monetary policy that affect flow of credit to particular sector. ചില സെക്ടറിന് കൂടുതൽ കൊടുക്കുക, അതായത് കൃഷിക്ക് കൂടുതൽ കൊടുക്കുക, സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിന് കൂടുതൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോളാണ്. ചിലവർക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മോണിറ്ററി പോളിസി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതിന് വേണ്ടി RBI സെമിനാർസ് ഒക്കെ നടത്താറുണ്ട്. അതിനെ മോറൽ സുവേഷൻ എന്ന് വിളിക്കും. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാങ്കിങ് ലൈസൻസ് ഫുള്ളായിട്ടില്ല, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്ക് പൂളിങ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻസി, ബ്രോക്കറേജ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഇന്ത്യയിൽ വരുന്നത് RBI ആക്ട് ഓഫ് 1934 വഴിയാണ്. ഇത് ഭയങ്കര ഇതിനകത്ത് കുറേ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് കുറേ ഉണ്ട്. അതായത് ഫുൾ ബാങ്കിങ് ലൈസൻസ് ഇല്ല, പക്ഷേ എന്നാലും ഇവർക്ക് MPFIs ഫുൾ ബാങ്കിങ് ലൈസൻസ് ഇല്ല, പക്ഷേ എല്ലാ MPFIയും ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. പക്ഷേ എല്ലാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനും ഒരു MPFC അല്ല. MPFCയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇത് റൂറൽ സ്ഥലത്തും അർബൻ സ്ഥലത്തും ഉണ്ട്, ലോണ് ഗ്രാൻറ്റ് ചെയ്യാറുണ്ട്, പിന്നെ GDPയുടെ 12.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഇതൊരു ക്വിക്ക് റീക്യാപ്പാണ്, എന്നാലും നോട്ട്സ് പഠിക്കുക. താങ്ക്